ഹായ് മക്കളെ, സാറിനെ കേൾക്കാൻ പറ്റുന്ന കരുതുന്നു. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്നാണ്. മുൻപ് തെർമോഡൈനാമിക്സുമായിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വന്നിരുന്നു. നമുക്കപ്പോൾ അത് എടുത്തിട്ടുള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. സോ ലെറ്റ് us സ്റ്റാർട്ട് ദിസ് ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾക്കറിയാം, കെമിസ്ട്രിയിൽ നിങ്ങൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ് പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ അതേ രീതിയിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റുകൾ കണ്ടന്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു ചാപ്റ്ററാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. സോ ലെറ്റ് us സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ വിത്ത് ദ ബേസിക് ലോസ് ഓഫ് ഐഡിയൽ ഗ്യാസ്. അതിലേക്ക് നമുക്ക് ആദ്യം കയറാം. അതിനു മുമ്പ് നമുക്ക് എന്താണ് ഐഡിയൽ ഗ്യാസ് എന്ന് മനസ്സിലാക്കണം. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹൈപ്പോത്തറ്റിക്കൽ ഗ്യാസ് അല്ലെങ്കിൽ തിയററ്റിക്കൽ ഗ്യാസ്, സംതിങ് ദാറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് പ്യൂർലി ഇൻ നേച്ചർ. അങ്ങനെയുള്ള ഒരു ഗ്യാസാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഐഡിയൽ ഗ്യാസിൻ്റെ നമുക്ക് ചാൾസ് ലോ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് സാർ വിചാരിക്കുന്നത്. സോ നിങ്ങൾക്കറിയാം, അക്കോർഡിംഗ് ടു ചാൾസ് ലോ ഫോർ എ ഗിവൺ മാസ് ഓഫ് ദി ഗ്യാസ്, അത് ഞാൻ ഉറപ്പായിട്ടും പറയും, ഫോർ ഗിവൺ മാസ് ഓഫ് ദി ഗ്യാസ് വി നോ ദാറ്റ് ആൻഡ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ, ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, നമുക്കറിയാം. ഇൻ ദാറ്റ് സിറ്റുവേഷൻ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു the absolute temperature, right? That is directly proportional to the absolute temperature, which means if a graph is plotted between volume and temperature, so here volume is in meter cube and temperature is in Kelvin, the graph should be a straight line എങ്ങനെയാണ് that tends to pass through the origin, അല്ലേ? The graph is a straight line that tends to pass through the origin. ഇതാണ് ചാൾസ് ലോ നമ്മൾക്ക് പറയുന്നത്. നമ്മൾ അടുത്ത ലോ പറയുന്നത് ഏതാണ്? ബോയിൽസ് ലോ. എന്താണ് ബോയിൽസ് ലോ? അക്കോർഡിംഗ് ടു ദ ബോയിൽസ് ലോ ഇവിടെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റന്റ്. നമ്മൾ തെർമോഡൈനമിക്സിലൊക്കെ പറഞ്ഞ ഒരു ഐസോ തെർമൽ പ്രോസസ്സിന്റെ ഒരു കണ്ടീഷൻ നമുക്കിവിടെ ഏകദേശം പറയാം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പ്രഷർ of the gas is inversely proportional to the volume. That means if a graph is plotted between the pressure and volume, the shape of a graph is called a rectangular hyperbola for an ideal gas. The graph is a rectangular hyperbola, right? Okay. Good evening all of you. Now only I just saw your messages. Okay, so pressure is inversely proportional to the volume. This is at a constant temperature, and this also is for a given amount of gas. And the next comes what is called Avogadro hypothesis. ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ഗ്യാസ് ഇക്വേഷന്റെ കാര്യങ്ങളിലേക്ക് വരുന്നത്. അക്കോർഡിംഗ് ടു ദി അവഗാഡ്രോ ഹൈപ്പോത്തസിസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈക്വൽ വോളിയം ഓഫ് ഗ്യാസ്, I repeat, equal volume of gas under the condition of same temperature and pressure. Equal volume of gas under the condition of same temperature and pressure contain equal number of molecules. അപ്പോൾ എന്തൊക്കെ സെയിം ആണ്? പ്രഷർ സെയിം ആണ്, വോളിയം സെയിം ആണ്, ടെമ്പറേച്ചർ സെയിം ആണ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആണ്. That much is equal to a constant, and that constant is called what is called Boltzmann constant. And the value of the Boltzmann constant എത്രയാണ്? That is equal to 1.38 into 10 to the power minus 23 joule per Kelvin. Which means if I plot a graph between PV divided by NT as a function of temperature, ഇതൊക്കെ ഒത്തിരി തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഗ്രാഫുകളാണ്. The graph is a straight line parallel to the temperature axis ആണല്ലോ. സോ ഇതാണ് അവഗാഡ്രോ ഹൈപ്പോത്തസിസ്. ഇവിടെ നിന്നാണ് നമുക്ക് എന്ത് വരും, നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷന്റെ കൺസെപ്റ്റുകൾ വരുന്നത്. സോ നമുക്കിനി ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലേക്ക് നോക്കാം.
എന്തൊക്കെയാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? ഇപ്പോൾ നമ്മൾ പഠിച്ച അവോഗാഡ്രോസ് ലോ PV = NKBT. ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷന്റെ ആദ്യത്തെ ഫോം. ലെറ്റ് മീ സേ ദ ഫസ്റ്റ് ഇക്വേഷൻ ഫോർ ഐഡിയൽ ഗ്യാസ്. അടുത്ത ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ അറിയാവുന്നത്. PV = μRT അല്ലെങ്കിൽ nRT. What is N here stands for? N is number of moles. What is P stands for? Pressure of N moles of a gas occupying a volume V at an absolute temperature T. The pressure of N moles of a gas occupying a volume V at an absolute temperature T. Right? ഇതിനെയാണ് നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷന്റെ രണ്ടാമത്തെ ഫോം പറയുന്നത്. ഇവിടെ R എന്താണ്? ഇത് കൃത്യമായിട്ട് ഓർക്കണം. R = അവോഗാഡ്രോ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ ബോൾസ്മാൻ കോൺസ്റ്റന്റ്. അവോഗാഡ്രോ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ ബോൾസ്മാൻ കോൺസ്റ്റന്റ്, അതിന്റെ വാല്യൂ എത്രയാണ്? 8.31 ജൂൾ പെർ കെൽവിൻ പെർ മോൾ അല്ലെങ്കിൽ 1.99 കലോറി പെർ മോൾ പെർ കെൽവിൻ. Okay, this is the value of universal gas constant R. ഇനി ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് മറ്റൊരു ഫോമും കൂടെ ഉണ്ടാക്കാം. ഈ മൂന്ന് ഇക്വേഷൻസും ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അത് മൂന്നാമത്തെ ഇക്വേഷൻ ഇതാണ്. P/ρ. What is ρ stands for? The density. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. P/ρ is equal to RT/m, where m is called what? gram molecular mass or നമ്മൾ പറയുന്ന molar mass. സോ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള മൂന്ന് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. എല്ലാവർക്കും ഈ മൂന്ന് ഇക്വേഷൻസ് ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോവാണ്. സോ P/ρ is equal to RT/m. These are ideal gas equations. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിനി ഇവിടെ ഓർക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് Dalton's law of partial pressure. So what is Dalton's law of partial pressure? According to the Dalton's law of partial pressure, the total pressure exerted by എന്താണ്? The total pressure exerted by a mixture of non-mixing gases is equal to എത്രയാണ്? Sum of the partial pressures exerted by individual gases. That is P is equal to എന്താണ്? P1 plus P2 plus etc plus Pn. That is the Dalton's law of partial pressure. Okay. അപ്പോൾ നമുക്കിനി അടുത്തൊരു കാര്യത്തിലേക്ക് പോകാം. സോ നെക്സ്റ്റ് കൺസെപ്റ്റ് NCERT ഇപ്പോൾ +1 പഠിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷനായിട്ട് നിങ്ങളുടെ ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുള്ളൊരു ഇതാണ് ദ പ്രഷർ എക്സർട്ടഡ് ബൈ ആൻ ഐഡിയൽ ഗ്യാസ് ഓൺ ദി വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഓക്കെ, ഇത് പറയുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഇത് JEE മെയിന് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അണ്ടർ വാട്ട് കണ്ടീഷൻ എ റിയൽ ഗ്യാസ് എക്സിബിറ്റ് ഐഡിയൽ ബിഹേവിയർ? അണ്ടർ വാട്ട് കണ്ടീഷൻ എ റിയൽ ഗ്യാസ് എക്സിബിറ്റ് ഐഡിയൽ ബിഹേവിയർ? JEE അഡ്വാൻസിന് വന്നിട്ടുള്ള ചോദ്യമാണ്. 2012 അല്ലെങ്കിൽ ആ ഒരു 10-12 പീരീഡിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് ഉത്തരം നിങ്ങൾക്കറിയാം. എ റിയൽ ഗ്യാസ് എക്സിബിറ്റ് ഐഡിയൽ ബിഹേവിയർ അണ്ടർ ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. എന്തിനാണ് ഈ ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറും പറയുന്നത്? സോ ഐഡിയൽ ഗ്യാസിന്റെ മോളിക്യൂൾസിനിടയ്ക്കുള്ള പ്രത്യേകത എന്താ? ദർ ഇസ് നോ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് എക്സെപ്റ്റ് ഡ്യൂറിങ് കൊളീഷൻ. ദ മോളിക്യൂൾസ് ആർ സെപ്പറേറ്റ്. അപ്പൊ അതൊന്നാമത്തെ കാര്യം. ദർ ഇസ് നോ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് എക്സെപ്റ്റ് ഡ്യൂറിങ് കൊളീഷൻ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ദ മോളിക്യൂൾസ് ആർ സെപ്പറേറ്റഡ് ബൈ വെരി ലാർജ് ഡിസ്റ്റൻസ്. വെരി ലാർജ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വളരെ അകലം കൂടുതലാണ്. അപ്പോൾ അവിടെ പ്രഷർ വളരെ കുറവായിരിക്കണം. ഇപ്പോൾ ഒരു ബസ്സിനകത്ത് അതിന് സിമ്പിളായിട്ടുള്ള ഉദാഹരണം സാറ് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ബസ്സിനകത്ത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ പ്രഷർ വളരെ കുറവാണ്. ഇനി ഇതിനു പകരം ബസ് നല്ല ടൈറ്റായിട്ട് ആളെ കയറ്റിയിരിക്കുകയാണെങ്കിലോ അവിടെ പ്രഷർ വളരെ കൂടുതലാണ്. അപ്പം ലോ പ്രഷറാണ്, ഹൈ ടെമ്പറേച്ചറിലാണ് എന്ത് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എ റിയൽ ഗ്യാസ് എക്സിബിറ്റ് ഐഡിയൽ ബിഹേവിയർ. റൈറ്റ്.
അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക എന്നുള്ള കാര്യം കൂടി പറയുന്നു. ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്ന കാര്യം എന്താ? ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ആൻ ഐഡിയൽ ഗ്യാസ് എന്നുള്ള കാര്യമാണ്. സോ നിങ്ങൾക്കറിയാം P is equal to 1/3 Nm V square bar. Okay. The pressure exerted by the average pressure. അതും കൂടി ഞാൻ പറയും. What pressure is this? The average pressure exerted by gas molecules on the walls of the container is equal to 1/3 Nm V square bar. Okay. ഇവിടെ N എന്താ? So N is equal to capital N by V. അപ്പോൾ ക്യാപിറ്റൽ N എന്താ? നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ V എന്താ? വോളിയം. അപ്പോൾ സ്മോൾ n എന്താ? നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ സ്മോൾ m എന്താ? സ്മോൾ m is equal to mass of a molecule. അപ്പോൾ V square bar എന്താ? V square bar is called mean square speed. അതെന്താണ് നമ്മൾ വഴിയെ പഠിക്കാം. സോ മെയിൻ സ്ക്വയർ സ്പീഡ് എന്താണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. സോ N is number of molecules per unit volume. Mass of a molecule. V square bar is nothing but mean square speed. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്ത്? നമ്പർ ഓഫ് പ്രഷർ എക്സേർട്ടഡ് ബൈ ആൻ ഐഡിയൽ ഗ്യാസ് ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. സോ ഈ പ്രഷറിനെ ഞാൻ പറഞ്ഞു വാട്ട് ഈസ് P ഹിയർ സ്റ്റാൻഡ്സ് ഫോർ? ആവറേജ് പ്രഷർ. അതും കൂടി നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. ദ ആവറേജ് പ്രഷർ എക്സേർട്ടഡ് ബൈ മോളിക്യൂൾസ് ഓൺ ദി വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ഈസ് വാട്ട് ഈസ് ദിസ് P. അപ്പോൾ ഇനി ഇവിടെ നിന്നും നമുക്ക് അടുത്ത സംഭവത്തിലേക്ക് കയറാം. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജിയിലേക്ക് കയറാം. ദ കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ്. ഇപ്പോൾ നമ്മൾ കണ്ട പ്രഷറിൽ നിന്ന് നമുക്ക് പറയാം ഇതിനെ എടുക്കാൻ പറ്റും. പ്രഷർ ഇസ് ഈക്വൽ ടു 1/3 Nm V square bar, റൈറ്റ്? അപ്പം ഇവിടെ ഞാൻ ഇപ്പൊ ഇങ്ങനെ എഴുതാൻ പോവാം. 1/3 N സ്മോൾ n വരെ ഞാൻ ക്യാപിറ്റൽ N ബൈ V ഇൻറ്റു M V square bar എന്ന് എഴുതാം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നു P ഇൻറ്റു V അല്ലെ 3PV. 3 ഇങ്ങോട്ട് കൊണ്ടുവന്നു. 3PV is equal to capital N M V square bar എന്ന് എഴുതാം. But what is M? It's a mass of a molecule. Capital M is mass of a molecule, right? What is capital M into number of molecules? ഒരു മോളിക്യൂളിന്റെ മാസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഒരു മോളിക്യൂളിന്റെ മാസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ വിൽ ഗെറ്റ് ദി ടോട്ടൽ മാസ് ഓഫ് ദി ഗ്യാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ M ഇൻറ്റു V സ്ക്വയർ. അപ്പോൾ ഇതിനെ ടോട്ടൽ മാസ് എന്ന് കിട്ടി. അപ്പോൾ കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് M V സ്ക്വയർ ആണ്. സോ ഹാഫ് ഇൻറ്റു ക്യാപിറ്റൽ M ഇൻറ്റു V സ്ക്വയർ ബാർ. അതിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ദിസ് ഈസ് ദി കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ്. എത്രയാണ്? 3/2 PV. The kinetic energy of a gas is 3/2 PV. അപ്പോൾ അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം വാട്ട് ഈസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം? കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. കുട്ടികളെ നിങ്ങൾ ഇതിൻ്റെ ഉത്തരം ടൈപ്പ് ചെയ്യൂ. വാട്ട് ഈസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം? ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും പെട്ടെന്ന് അതിൻ്റെ ഉത്തരം ടൈപ്പ് ചെയ്യുക. വാട്ട് ഈസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം? യെസ്, വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. So 3/2 PV divided by volume, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. The answer is 3/2 P. So I am waiting for your replies. Yes. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം വാട്ട് ഈസ് കൈനറ്റിക് എനർജി? അപ്പോൾ മോളത്തെ ഇക്വേഷൻ നമുക്കൊരു കാര്യം ചെയ്യാം. കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ നമുക്ക് കണ്ടുപിടിക്കാം. That is 3/2 PV divided by total number of molecules n ആണ്. അപ്പോൾ ഓക്കെ, കുറെ ആൾക്കാർ ഉത്തരം തന്നു. സോ 3/2 PV by N. PV നമ്മൾ കുറച്ചു മുമ്പേ പഠിച്ചു കഴിഞ്ഞു ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്ന്. എന്തായിരുന്നു? N KBT. That divided by N എന്ന് പറയുമ്പോൾ
3/2 kBT. This is the kinetic energy of a molecule of the gas. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നും this is the kinetic energy of one molecule of a gas. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നും അടുത്തൊരു കാര്യത്തിലേക്ക് ഞാൻ കയറാൻ ആഗ്രഹിക്കുന്നു. What will be the kinetic energy per mole of the gas? So kinetic energy per mole എന്ന് പറഞ്ഞാൽ kinetic energy of a molecule into Avogadro number. Kinetic energy of a molecule multiplied by Avogadro number. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി so 3/2 kBT into Avogadro number. So that will give you 3/2 Na into Kb is equal to R. So this is the kinetic energy per mole of a gas. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ kinetic energy of a molecule. ഇത് നമ്മുടെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയെ കുറിച്ചാണ് സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. The kinetic energy of a molecule is equal to 3/2 kBT എന്ന് നമ്മൾ എഴുതിയപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും the kinetic energy of a gas molecule is directly proportional to the absolute temperature. The kinetic energy of a gas molecule is directly proportional to the absolute temperature. Orkuga, it is absolute temperature. The kinetic energy of a gas molecule is directly proportional to the absolute temperature. ഒന്ന്. രണ്ടാമത്തെ കാര്യം, the kinetic energy of a gas molecule is independent of the nature of the gas. എന്താണ്? The kinetic energy of a gas molecule is independent of the nature of the gas. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ JEE മെയിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയയിലൂടെയാണ് സാറ് കടന്നു പോകുന്നത്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് തോന്നുന്നു ഈ ഒരു കൺസെപ്റ്റിൽ 2-3 ക്വസ്റ്റ്യൻ JEE മെയിൻ 2023 ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്ത ടോപ്പിക്ക് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. ദാറ്റ് മീൻസ് ഇഫ് ഐ പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ the kinetic energy of a gas molecule as a function of absolute temperature, നമ്മുടെ ഗ്രാഫ് എന്തായിരിക്കണം? It should be a straight line inclined to the time axis, but it should not be touching the origin. കാരണം absolute 0 പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി നമുക്ക് പരീക്ഷയ്ക്ക് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഗ്യാസ് മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കൂടിക്കൊണ്ടിരിക്കും എന്ന് മനസ്സിലാക്കുക. അത് പക്ഷേ ഒരു കാര്യം കൂടി ഓർക്കുക, കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഗ്യാസ്. ഇപ്പൊ ഹൈഡ്രജൻ എടുത്താലും ഓക്സിജൻ എടുത്താലും ഒക്കെ കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി നേച്ചർ ഓഫ് ദി ഗ്യാസ്. ഓക്കെ, ഓർക്കുക. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് വരാം. ദ ടോപ്പിക് വാട്ട് വി ആർ കമ്മിങ് ടു ഈസ് ദ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് ആസ് വെൽ ആസ് മീൻ സ്ക്വയർ സ്പീഡ്. എന്തായിരിക്കും മീൻ സ്ക്വയർ സ്പീഡ്? കുറച്ചു മുമ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ടായിരുന്നു പ്രഷറിന്റെ ഇക്വേഷനിൽ. അതിനെനിക്ക് V² ബാർ എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾ ഓർക്കുക എന്തൊക്കെ വേണം? ഡിഫറെന്റ് ഗ്യാസ് മോളിക്യൂൾസ് ട്രാവൽ വിത്ത് ഡിഫറെന്റ് സ്പീഡ് ഇൻ such a way that the average velocity of random motion is 0. എന്താ നമ്മൾ പറഞ്ഞത്? ഡിഫറെന്റ് ഗ്യാസ് മോളിക്യൂൾസ് ട്രാവൽ വിത്ത് ഡിഫറെന്റ് സ്പീഡ് in such a way that the average velocity of random motion is 0. അപ്പോൾ ഡിഫറെന്റ് മോളിക്യൂൾസിന്റെ സ്പീഡ് ഡിഫറെന്റ് ആണ്, ആവറേജ് സ്പീഡ് 0 അല്ല. അപ്പൊ മീൻ സ്ക്വയർ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് എടുക്കുക, സ്ക്വയർ എടുക്കുക, പിന്നീട് മീൻ എടുക്കുക. ഇഫ് ദർ ആർ n മോളിക്യൂൾസ്, അപ്പോൾ ഞാൻ പറയും സോ V² ബാർ ഇസ് ഈക്വൽ ടു V1² പ്ലസ് V2² പ്ലസ് എക്സെട്ര പ്ലസ് VN² the whole divided by number of molecules. ഇവിടെ n മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ n എന്നെടുക്കും. ഓക്കെ, നമുക്ക് ക്യാപിറ്റൽ n ഉപയോഗിക്കാം, ബിക്കോസ് നമ്മൾ ക്യാപിറ്റൽ n ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കുട്ടികളെ ക്ലാസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് റിപ്ലൈ അയക്കാമോ? ആർ ഏബിൾ ടു ഫോളോ ദ ക്ലാസ്? ഇനി പ്രഷറിന്റെ ഇക്വേഷനിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. 1/3 നമ്മൾ എന്തായിരുന്നു ചെയ്തത്? 1/3 nmv² ബാർ, റൈറ്റ്? ഇവിടെ നിന്നും എനിക്ക് ഇങ്ങനെ എഴുതാം 1/3 ക്യാപിറ്റൽ N ഇൻറ്റു സ്മോൾ m ബൈ ക്യാപിറ്റൽ V ഇൻറ്റു V² ബാർ, റൈറ്റ്? അപ്പോൾ പ്രഷറിന്റെ ഇക്വേഷൻ ഇങ്ങനെയും കൊടുക്കാം 1/3 ρ V² ബാർ. ഓക്കെ,
1/3 റോ വി സ്ക്വയർ ബാറിനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വി സ്ക്വയർ ബാറിന് ഒരു ഇക്വേഷൻ കൂടെ കിട്ടി. ദാറ്റ് ഈസ് 3p/ρ. 3p/ρ, റൈറ്റ്? അത് കിട്ടിക്കഴിഞ്ഞു. 3p/ρ എന്ന് കിട്ടി. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചു ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ p/ρ is equal to RT/m. ഓക്കെ, സോ എനിക്ക് ഇവിടെ നിന്ന് എഴുതാൻ പറ്റും ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 3 RT/m, where R is called universal gas constant and m is called molar mass. ഓർക്കുക, ഫോർ എ ഗിവൺ ഗ്യാസ്, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഫോർ എ ഗിവൺ ഗ്യാസ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഫോർ എ ഗിവൺ ഐഡിയൽ ഗ്യാസ് at a particular temperature, the mean square speed is independent of pressure and density. ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം പ്രഷർ കൂടുമ്പോൾ, പ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗ്യാസ് ക്യാൻ ബി ഈസിലി കംപ്രസ്ഡ്. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. സോ ദാറ്റ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ p/ρ is a constant. At a particular temperature p/ρ is a constant. So the square speed is, mean square speed is independent of both pressure and density. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പറയും for a given gas, for a given gas എന്താണ്, v square bar is directly proportional to the absolute temperature. ഇത് ഓർക്കുക, V square bar is directly proportional to the absolute temperature. ഇവിടെ ഒക്കെ നിങ്ങൾ ഓർക്കുക, വാട്ട് ഈസ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ ഈസ് ഇൻ കെൽവിൻ. പരീക്ഷയ്ക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നത് ഡിഗ്രി സെൽഷ്യസിൽ എഴുതാൻ നോക്കും. അത് ചെയ്യരുത്, ഇത് കെൽവിനിൽ തന്നെ എഴുതണം. ഓക്കെ, ഇത് ഓർക്കുക. വി സ്ക്വയർ ബാർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതുപോലെ തന്നെ എനിക്കിവിടെ പറയാനുള്ള മറ്റൊരു കാര്യമാണ് RMS സ്പീഡ്. എന്താണ് RMS സ്പീഡ് എന്ന് പറയുന്നത്? അപ്പോൾ മീൻ സ്ക്വയർ സ്പീഡ് എന്താണെന്ന് മനസ്സിലായി. RMS സ്പീഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ദി മീൻ സ്ക്വയർ സ്പീഡ്. റൂട്ട് ഓഫ് ദി മീൻ സ്ക്വയർ സ്പീഡ് ഈസ് കോൾഡ് RMS സ്പീഡ്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും വി സ്ക്വയർ ബാർ എടുത്താൽ മാത്രം പോരാ, അതിൻ്റെ റൂട്ടും കൂടി എടുക്കണം. ഓൾറെഡി വി സ്ക്വയർ ബാർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ഈ വി സ്ക്വയർ ബാറിൻ്റെ എല്ലാ സാധനങ്ങളും ഇങ്ങ് എടുക്കുകയാണ്. കോപ്പി ചെയ്തു ഞാനിവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, പേസ്റ്റഡ്. അതിനുമുമ്പ് ഒരു ചെറിയ കാര്യം ചെയ്തോട്ടെ. എനിക്ക് ഈ ഒരു സാധനത്തിനൊന്ന് സൈഡിലേക്ക് വെക്കാണ്ട് വെച്ചു. ഇതിനെ ഞാൻ എടുത്തു, ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ. ഇപ്പോൾ ഞാൻ എഴുതി മീൻ സ്ക്വയർ സ്പീഡാണ്. ഇനി ഞാൻ എന്തും കൂടി ചെയ്യണമെന്ന് നോക്കുക. ഐഡിയൽ ഗ്യാസ് ആണ് മോനെ. എല്ലാ കേസിലും നമ്മളിപ്പം ഈ ചാപ്റ്ററിൽ ഐഡിയൽ ഗ്യാസിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റൂട്ട് ഇട്ടപ്പോൾ RMS സ്പീഡ് കിട്ടി. ഇനി അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. വീണ്ടും ഇവിടെ കിടക്കുന്ന RMS സ്പീഡിന് മറ്റൊരു ഫോർമുല ഉണ്ട്, 3p/ρ. അതിൻ്റെ റൂട്ടും കൂടെ എടുത്തപ്പോൾ എനിക്ക് കിട്ടി ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 3RT/m. അപ്പോൾ ഇതൊക്കെ നമുക്ക് RMS സ്പീഡിൻ്റെ ഇക്വേഷൻസ് ആണ്. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റൂട്ട് എടുക്കണം, അത് തന്നെ. യെസ്. അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ദയവേത് മക്കളെ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, റെഡി? അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത സംഭവമായിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാണ്ട്. ആവറേജ് സ്പീഡ് ഓഫ് എ ഗ്യാസ്. ആവറേജ് വെലോസിറ്റി 0 ആണ്. ആവറേജ് സ്പീഡ് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ഫോർമുലയും കൂടെ എനിക്ക് ഓർമ്മയിൽ വരുത്തണം. ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു റൂട്ട് ഓഫ് 3kBT ഡിവൈഡഡ് ബൈ സ്മോൾ എം എന്നും കൂടി കൊടുക്കും. നിങ്ങൾ ഈ സ്മോൾ എം എന്താണെന്ന് കമൻറ്റ് ചെയ്യാമോ? വാട്ട് ഈസ് ദ സ്മോൾ എം ഈക്വൽ ടു? നമ്മൾ തിരുമ്പ് ചെയ്തു കഴിഞ്ഞു. ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. സ്മോൾ എം ഈസ് വാട്ട്? യെസ്, വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈസ്. അപ്പോൾ ആവറേജ് സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾ, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് റൂട്ട് ഓഫ് 8RT divided by pi capital M, where capital M is molar mass, and this is also equal to root of 8kBT divided by pi into small m.
Okay. Then what is small m? Small m is mass of a molecule. Capital M is molar mass. Got it? ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാവുക. അതുപോലെ ഐഡിയൽ ഗ്യാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ they obey the Maxwell Boltzmann distribution law. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് ഓർമ്മയിൽ വേണം. That is most probable speed. So എന്താണ് most probable speed equation? That is equal to root of 2RT by m എന്ന് എഴുതാം, അല്ലെങ്കിൽ root of 2kBT by m എന്ന് എഴുതാം. ഈ മൂന്ന് സ്പീഡുകൾ മനസ്സിലാക്കുക. എപ്പോഴും ഓർക്കുക, മൂന്ന് സ്പീഡും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. All these three speeds are directly proportional to the absolute temperature. ഇത്രയും കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ടോപ്പിക്കായ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജിയിലേക്ക് കയറാം. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. എന്താണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി സ്റ്റേറ്റ്സ്? അണ്ടർ thermodynamic equilibrium or under thermal and mechanical equilibrium, the total energy of a gas, under thermal and mechanical equilibrium, the total energy of a gas is equally distributed in all possible modes, with each mode having energy equal to half kBT. All possible translational and rotational modes. Under thermal and mechanical equilibrium, the total energy of a gas molecule is distributed in all possible modes of translation and rotation, with each mode having an energy equal to half kBT. എന്ന് പറഞ്ഞാൽ according to the law of equipartition of energy, energy associated with one mode of translatory motion and rotatory is equal to half kBT for a molecule. അതുപോലെ തന്നെ ഫോർ വൺ മോഡ് ഓഫ് വൈബ്രേഷൻ, ഒരു വൈബ്രേഷനിൽ ഇത് എന്താ പറയുക, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഉള്ളതുകൊണ്ട് ഫോർ വൺ മോഡ് ഓഫ് വൈബ്രേഷൻ ദ എനർജി അസോസിയേറ്റഡ് ഈസ് ഈക്വൽ ടു എത്രയാണ്? kBT. അപ്പോൾ ട്രാൻസ്ലേറ്ററി ആൻഡ് റൊട്ടേറ്ററി മോഷനുള്ള എനർജി എന്ന് പറയുന്നത് ഹാഫ് kBT ആണ്. വേറാസ് വൺ മോഡ് ഓഫ് വൈബ്രേഷൻ the energy is equal to എത്രയാണ്? kBT എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കിനി അടുത്ത കാര്യം പറയാനുള്ളത് എന്താണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറയാം. അതിനുശേഷം ഇന്റേണൽ എനർജി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒന്ന്, മോണോ ആറ്റോമിക് ഗ്യാസ്. മോണോ ആറ്റോമിക് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം മാത്രമുള്ള ഗ്യാസ്, അല്ലെങ്കിൽ മോളിക്കൂൾ എന്ന് അവരെ വിളിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഹീലിയം, നിയോൺ, അങ്ങനെയുള്ള നോബിൾ ഗ്യാസസിൻ്റെ ഇതിൽ ഒരൊറ്റ ആറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ട്രാൻസ്ലേഷണൽ ഡിഗ്രി ആയിട്ട് എത്രയുണ്ട്? ദർ ആർ 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ദർ ഈസ് നോ റൊട്ടേഷൻ, ദർ ഈസ് നോ വൈബ്രേഷൻ. ഇനി ഡയാറ്റമിക് ആൻഡ് ലീനിയർ ട്രയാറ്റമിക്, അതിൻ്റെ നമ്മൾ റിജിഡ് റൊട്ടേറ്റർ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ പറയാണ്. ദാറ്റ് മീൻസ് അറ്റ് വെരി ലോ ആൻഡ് മോഡറേറ്റ് ടെമ്പറേച്ചേഴ്സ്. ഇത് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വെരി ലോ ആൻഡ് മോഡറേറ്റ് ടെമ്പറേച്ചേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ 3 റൊട്ടേഷൻ ഉണ്ട്, 3 ട്രാൻസ്ലേറ്ററി ഫ്രീഡം ഉണ്ട്, 2 റൊട്ടേറ്ററി ഉണ്ട്. ലോ ടെമ്പറേച്ചറിൽ, വെരി ലോ ടെമ്പറേച്ചറിൽ 0, വെരി ലോ ടെമ്പറേച്ചറിൽ 0, അല്ലെങ്കിൽ ജനറലി നമ്മൾ വൈബ്രേഷൻ നമ്മൾ ഡയാറ്റമിക്കിന് എടുത്താൽ 1 എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ലോ ആൻഡ് മീഡിയം ടെമ്പറേച്ചർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 3 + 2 5 ഡിഗ്രി വരും. നോൺ ലീനിയർ ആണെങ്കിൽ 3 ട്രാൻസ്ലേഷൻ വരും, 3 റൊട്ടേഷനും വരും. വൈബ്രേഷണൽ ഡിഗ്രീസ് നമ്മൾ F എന്ന് പറയും. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ആറ്റംസ്.
നമ്പർ ഓഫ് ആറ്റംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ജനറലി അത് എഫ് എന്ന് പറയാം. അത് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈഡ് ആയിരിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്കഷൻസിൽ കാണാവുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എനിക്ക് പറയാനുള്ളത്. ലീനിയർ ട്രാറ്റമിക് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കൺസ്ട്രെയിൻറ്റ് തിയറി എടുത്തു വരുമ്പോൾ ഏകദേശം 4 വൈബ്രേഷണൽ മോഡൊക്കെ വരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ജനറലി നമ്മൾ പറയുമ്പോൾ ഡയാറ്റോമിക്കിൻ്റെ കേസിൽ നമ്മൾ എടുക്കുന്നത് അറ്റ് ഹൈ ടെമ്പറേച്ചർ 1 വൈബ്രേഷണൽ മോഡ് എന്നാണ്. ഓക്കെ, അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ് എന്ന് പറയുന്നത് കൺസ്ട്രെയിൻറ്റ് ഇതനുസരിച്ചിട്ട് 3n - k എന്ന് പറയും. 3n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഡയാറ്റോമിക് എടുത്താൽ 3 × 2 6. അവിടെ ട്രാൻസ്ലേഷൻ അത്രയും ടോട്ടൽ ഡിഗ്രീസ് വരാം. ട്രാൻസ്ലേഷനും റൊട്ടേഷനും കൂടി 5 എണ്ണം വന്നു. ഇനി ബാക്കി വൈബ്രേഷൻ വരാവുന്ന എത്ര എണ്ണം ഉള്ളൂ? ഒരെണ്ണം ഉള്ളൂ. 3 × 2 - 5, അപ്പോൾ ഒരു വൈബ്രേഷൻ വരാം. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡിനെ സംബന്ധിച്ചിടത്തോളം 3 × 3 9 -5, അപ്പോൾ 4 വൈബ്രേഷൻ വരാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ഇന്റേണൽ എനർജിയിലേക്ക് നോക്കാം. സോ ഇൻ കേസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിക്കേണ്ടുന്ന കാര്യമാണ്. ഇൻ കേസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ദ ഇന്റേണൽ എനർജി ഈസ് നത്തിങ് ബട്ട് കൈനറ്റിക് എനർജി ഉള്ളൂ. അല്ല, നമ്മൾ പഠിച്ചതാണ്. ഐഡിയൽ ഗ്യാസിൽ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. കാരണം ഇൻ കേസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ദ മോളിക്യൂൾസ് ആർ നോട്ട് ഇൻ ഇൻട്രാക്ഷൻ. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഓഫ് എ മോൾ. അപ്പം നമുക്ക് പറയാം ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷനും റൊട്ടേഷനും മാത്രം എടുത്താൽ ദിസ് വിൽ ബി ഈക്വൽ ടു F/2 nRT ഫോർ ട്രാൻസ്ലേറ്ററി ആൻഡ് റൊട്ടേറ്ററി മോഷൻ ഓൺലി. ഓക്കെ, അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ F/2, F ഈസ് ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. F എന്താണ്? F നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇതാണ് F എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്, ഈ ഒരു ഭാഗം. അതായത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ, മീൻ സ്ക്വയർ സ്പീഡിൻ്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡിൻ്റെ ഇക്വേഷൻ, ഇന്റേണൽ എനർജി, CP, CV, ഗാമ, അതൊക്കെ വെച്ചിട്ടുള്ള കലാപരിപാടികൾ ഒത്തിരി പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. സോ F ഈസ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോണോ ആറ്റോമിക് എടുത്താൽ നമുക്ക് എന്തു പറയാം? അതിൻ്റെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് 3/2 nRT എന്ന് വരും. ഡയാറ്റോമിക്, സോ ആദ്യം ഞാൻ പറയുന്നത് അറ്റ് ലോ ടെമ്പറേച്ചർ, ലോ ആൻഡ് മോഡറേറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഡയാറ്റോമിക് ആസ് എ റിജിഡ് റൊട്ടേറ്റർ. അങ്ങനെ നമുക്ക് എഴുതിയാൽ മതി. ഡയാറ്റോമിക് ആസ് എ റിജിഡ് റൊട്ടേറ്റർ. ഡയാറ്റോമിക് ആസ് എ റിജിഡ് റൊട്ടേറ്റർ, അതിൻ്റെ ഇന്റേണൽ എനർജി 5/2 nRT എന്ന് പറയാം. അപ്പോൾ ഡയാറ്റോമിക് അലോങ് വിത്ത് വൈബ്രേഷൻ, ഡയാറ്റോമിക് അലോങ് വിത്ത് വൈബ്രേഷൻ, 1 മോഡ് ഓഫ് വൈബ്രേഷൻ ആണ് ഡയാറ്റോമിക്കിനുള്ളതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5/2 nRT. ഇത്രയും ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ, 5/2 nRT. അതുപോലൊരു nRT വൈബ്രേഷനും കൂടി വരും. അപ്പോൾ ടോട്ടൽ എത്രയായി? 7 nRT/2. ഇതേ രീതിയിൽ നമുക്ക് പോളി ആറ്റോമിക്കിന് എഴുതാൻ പറ്റും. അപ്പോൾ പോളി ആറ്റോമിക്, ഇതിന് ശേഷം ഞാൻ പോളി ആറ്റോമിക് പറഞ്ഞാൽ പോളി ആറ്റോമിക്കിന് പറഞ്ഞാൽ 6 ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ വരും. സോ 6/2 nRT. അതുപോലെ F വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ F × nRT. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 3 + F nRT ആയിരിക്കും. ദിസ് വിൽ ബി ദി ഇന്റേണൽ എനർജി ഓഫ് ആര്? പോളി ആറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ. നമുക്ക് 2022 ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നതാണ് JEEക്ക്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക. മോണോ ആറ്റോമിക് ഇന്റേണൽ എനർജി 3/2 nRT. ഡയാറ്റോമിക് റിജിഡ് റൊട്ടേറ്റർ 5/2 nRT. ഡയാറ്റോമിക് അലോങ് വിത്ത് 1 മോഡ് ഓഫ് വൈബ്രേഷൻ
7/2 nRT. പോളി ആറ്റോമിക് എടുത്തു കഴിഞ്ഞാൽ 3+m nRT. അപ്പോൾ ഇനി നമ്മൾ അടുത്ത കാര്യം നമുക്ക് പറയാനുള്ളത് സ്പെസിഫിക് ഹീറ്റ് ആണ്. ആദ്യം നമ്മൾ പറയുന്ന സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പോൾ സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം du ഡിവൈഡഡ് ബൈ എൻ ഡി ടി ആണ്. സി വി is equal to du ഡിവൈഡഡ് ബൈ എൻ ഡി ടി. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ചെയ്യാം മോണോ ആറ്റോമിക്. മോണോ ആറ്റോമിക്കിന് നമുക്കറിയാം u is equal to ഓൾറെഡി നമ്മുടെ മുന്നിലുണ്ട് 3/2 nRT. അപ്പൊ du ബൈ എൻ ഡി ടി എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 3/2 r കിട്ടും. അടുത്ത് ഡയാറ്റോമിക് റിജിഡ് റൊട്ടേറ്റർ. ഡയാറ്റോമിക് റിജിഡ് റൊട്ടേറ്റർ ഇന്റേണൽ എനർജി എത്രയാണ്? നിങ്ങൾ അതിന്റെ ഉത്തരം ടൈപ്പ് ചെയ്യണം തന്നെ. So please type your answer for diatomic rigid rotator. Waiting for your replies. എത്ര കിട്ടും പെട്ടെന്ന്? ഡയനാമിക് റിജിഡ് റൊട്ടേറ്റർ 5/2 r കിട്ടിയോ? പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ. മുസാവിർ, ഞാൻ നിന്നെ അറിയുന്നു, കുഴപ്പമില്ല കേട്ടോ. മുസാവിറിനെ ഇപ്പൊ ഞാൻ അറിയുന്നു. യെസ്. അടുത്തത് ഡയാറ്റോമിക് ഓക്കെ, ആരും റിപ്ലൈ വന്നില്ല. ഓക്കെ, ഡയാറ്റോമിക് നോൺ റിജിഡ് റൊട്ടേറ്റർ പരീക്ഷയ്ക്ക് ഇത് 2023 ചോദിച്ചാണ്. ഡയാറ്റോമിക് നോൺ റിജിഡ് റൊട്ടേറ്റർ, ടൈപ്പ് യുവർ ആൻസർ. ഡയാറ്റോമിക് നോൺ റിജിഡ് റൊട്ടേറ്റർ, വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈസ്. എത്ര വരും? ഇന്റേണൽ എനർജി 7/2 nRT. അപ്പോൾ ആ കിട്ടിയ ഇന്റേണൽ എനർജിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 7/2 r. നൗ പോളി ആറ്റോമിക്. പോളി ആറ്റോമിക് നമുക്കറിയാം എത്ര കിട്ടും? 3+f × r. അപ്പൊ നമുക്ക് സി വിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കിട്ടി. കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് ധാരാളം മതി പരീക്ഷയ്ക്ക്. അതായത് നീറ്റ് എക്സാമിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട്, നീറ്റ് അല്ല ജെയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇനി അടുത്ത സാധനം നമ്മൾ പറയേണ്ടത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് CP = CV + R. അപ്പൊ നിങ്ങൾ വീണ്ടും നോക്കൂ, മോണോ ആറ്റോമിക് CV എത്ര വരും? അപ്പൊ CP കണ്ടുപിടിക്കാം. CV യുടെ വാല്യൂ 5/2 r plus r is equal to 7r/2. അല്ലേ? സോറി, 5/2 അല്ല, 3/2. എന്റെ മിസ്റ്റേക്ക്, തിരിച്ചു. 3/2 r plus r 5r/2. ഡയാറ്റോമിക് റിജിഡ് റൊട്ടേറ്റർ r plus r എത്രയാണ്? 7r/2. 3 ഡയാറ്റോമിക് നോൺ റിജിഡ് റൊട്ടേറ്റർ. നിങ്ങൾ അതിന്റെ ഉത്തരം പറയും. ഡയനാമിക് നോൺ റിജിഡ് റൊട്ടേറ്റർ, പെട്ടെന്ന് ഉത്തരം ടൈപ്പ് ചെയ്യുക. ഞാൻ നേരെ എഴുതുവാണ്. അതുപോലെ പോളി ആറ്റോമിക്. യെസ്, അനഖ അനിൽ, എനിക്ക് തോന്നുന്നു പഴയതാണ് എഴുതിയത്. പോളി ആറ്റോമിക്. റൈറ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഗാമ. എല്ലാവരും ഉത്തരം വന്നില്ലായിരുന്നു ഡയനാമിക് റിജിഡ് റൊട്ടേറ്ററിന്റെ. നിങ്ങൾക്ക് സംശയം ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് ഓൾറെഡി നമുക്കറിയാം. CV യുടെ വാല്യൂ 7r/2 ആണ്. അതിൻ്റെ കൂടെ ഒരു ആറും കൂടെ കൂട്ടണം. അപ്പോൾ 9r/2 കിട്ടും. ഇനി ഗാമ എന്ന് പറയുന്നത് CP/CV ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാൽക്കുലേറ്റ് ചെയ്യാവുന്നുള്ളൂ.
സോ ഗാമ ഈസ് മോണോയ്ക്ക് സി പി ബൈ സി വി അത് 5/3 അഥവാ 1.67, ഡയ 7/5 അഥവാ 1.4. ഇത് നമുക്ക് ഒത്തിരി 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 ആവശ്യമുള്ള സാധനമാണ്. പോളി ആറ്റോമിക് നമുക്ക് പറയാൻ പറ്റും 4+F ഡിവൈഡഡ് ബൈ 3+F. നിങ്ങൾ ഇത് ഓർക്കുക മക്കളെ. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? ആർ യു ഏബിൾ ടു ഫോളോ മൈ ക്ലാസ്? പ്ലീസ് വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈസ്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഒറ്റയടിക്ക് പഠിക്കാനൊരു സാധനം പറഞ്ഞുതരാം. ഇൻ ജനറൽ, ഇഫ് there are F translational and rotational degrees of freedom, then നമുക്ക് പറയാൻ പറ്റും സി വി ഇസ് ഈക്വൽ ടു എഫ് ആർ ബൈ 2, സി പി വിൽ ബി ഈക്വൽ ടു എഫ് ബൈ 2 പ്ലസ് 1 ഇൻറ്റു ആർ, ആൻഡ് ഗാമ ഇസ് ഈക്വൽ ടു സി പി ഡിവൈഡഡ് ബൈ സി വി, ദറ്റ് ഈസ് 1 പ്ലസ് 2 ബൈ എഫ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് JEE മെയിനിന് വരുന്ന 99% ക്വസ്റ്റ്യൻസും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. ഇപ്പം മോണോ ആറ്റോമിക്കിന് നമ്മൾ എഴുതി F3 എന്നാണ് 3R/2. ഡയാറ്റോമിക്കിന് നമ്മൾ F5 എന്ന് എഴുതി 5R/2. അതേ രീതിയിൽ നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ട് CV ഒന്ന് ആലോചിക്കുക. നമുക്ക് ഈസി ആയിട്ട് അതിനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മുടെ തിയറിയിൽ ഏകദേശം ലാസ്റ്റത്തെ ഒരു പാർട്ടിലേക്ക് ഇതും കൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ദാറ്റ് ഈസ് മീൻ ഫ്രീ പാത്ത്. എന്താണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ? മീൻ ഫ്രീ പാത്ത് ഈസ് the average path between two successive collisions. What is mean free path? The average path between two successive collisions is called a mean free path, right? The average path between two successive collisions is called a mean free path. Mean free path ന്റെ ഫോർമുല എന്ന് പറയുന്നത് 1 by gamma is the ratio of C. അപ്പം ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി ബൈ സി വിയുടെ റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് ഗാമ എന്ന് പറയുന്നത്. ഓക്കെ മോളെ? മോളാണ് മോനാണ് എനിക്കറിയില്ല. സോ ഗാമ ഈസ് സി പി ബൈ സി വി. ഓക്കെ. സോ മീൻ ഫ്രീ പാത്ത് ഈസ് ആവറേജ് പാത്ത് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. അപ്പോൾ മീൻ ഫ്രീ പാത്തിന്റെ ഫോർമുല നമുക്ക് നേരെ എഴുതാം. ഇപ്പം NCERT പോലും കറക്റ്റായിട്ട് അതിന് പ്രൂഫ് പറയുന്നില്ല. 1/√2 പൈ എൻ ഡി സ്ക്വയർ. കുട്ടികളെ, ഇവിടെ n എന്താ? വാട്ട് ഈസ് n? നിങ്ങൾക്കറിയാം. എല്ലാവരും അതിൻ്റെ ഉത്തരം ടൈപ്പ് ചെയ്യുക. അപ്പം ഞാൻ പറയും വാട്ട് ഈസ് d? d ഈസ് ഡയാമീറ്റർ ഓഫ് എ മോളിക്യൂൾ. നിങ്ങൾ n എന്താണെന്നൊന്ന് ടൈപ്പ് ചെയ്യൂ. ഞാൻ അത് എഴുതുന്നില്ല. ദാറ്റ് മീൻസ് ഐ ക്യാൻ ഓൾസോ റൈറ്റ് ദിസ് ആസ് KBT ഡിവൈഡഡ് ബൈ √2 പൈ ഡി പി ഡി സ്ക്വയർ എന്നും കൂടി എഴുതി. അപ്പൊ n എന്താണെന്ന് ഓക്കെ അബ്ദുൾ അഷാം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ KBT ഡിവൈഡ് ബൈ √2 പൈ പി ഡി സ്ക്വയർ. ഇനി അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് കൊളീഷൻ ഫ്രീക്വൻസി. കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ v ഡിവൈഡഡ് ബൈ ലാംഡ, റൈറ്റ്? സ്പീഡ് ഡിവൈഡഡ് ബൈ ലാംഡ. ജനറലി കൊളീഷൻ ഫ്രീക്വൻസിയും ടെമ്പറേച്ചറും എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ച് v is the speed of the particle and lambda is the mean free path. ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. ലാംഡ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു t ആണ്. ഇവിടെ നിന്ന് നിങ്ങൾക്കറിയാം v ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു t ആണ്. ലാംഡ v ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √t ആണ്. ലാംഡ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു t ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ പറ്റും the collision frequency is inversely proportional to root of absolute temperature.
the collision frequency is inversely proportional to the square root of the absolute temperature. ഇത്രയും കാര്യങ്ങളാണ് സാറ് തിയറി ആയിട്ട് ഇപ്പോൾ പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്നായിരുന്നു. ഓക്കെ, ആഫ്റ്റർ പ്രഷർ ഇറ്റ് ഈസ് നോട്ട് നമ്പർ ഓഫ് മോൾസ്, ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓൺലി, റൈറ്റ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. സോ നിങ്ങൾക്ക് 1 മിനിറ്റ് സമയം ഞാൻ തരുന്നു. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ആൻസർ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഓക്കെ, വാട്ട് ഈസ് ക്വസ്റ്റ്യൻ? A bicycle tire is filled with air having a pressure of 270 kilopascal at 27 degrees Celsius. The approximate pressure of the air in the tire when the temperature increases to 36 degrees Celsius is. ഇതാണ് നമ്മുടെ ചോദ്യം. See the question. അപ്പോൾ നിങ്ങൾക്ക് 1 മിനിറ്റ് എടുക്കാം. അതിനുശേഷം ഞാനിത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So get me your answer please. നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്യാം. Okay, let's look at the question. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രഷർ പി ഇനീഷ്യൽ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് 270 kPa. തന്നിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 Kelvin, 27 ഡിഗ്രി സെൽഷ്യസ് അല്ല 300 Kelvin. ടി എഫ് തന്നിട്ടുണ്ട് 309 Kelvin. അതെനിക്ക് കിട്ടിയത് ടെമ്പറേച്ചർ ആഡ് ചെയ്തു. ഓക്കെ, ആരെങ്കിലും ആൻസർ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കുവാണ്. ആരും ഇതുവരെ ടൈപ്പ് ചെയ്തില്ല. കിട്ടുകയാണെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഫൈനൽ പ്രഷർ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ടയറിന്റെ വോളിയം ഫിക്സഡ് ആണ്. ഇവിടെ നമ്മൾ പി വി ഇസ് ഈക്വൽ ടു എൻ കെ ബി ടി അല്ലെങ്കിൽ എൻ ആർ ടി, ഇതിൽ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ദാറ്റ് മീൻസ് ഐ ക്യാൻ ഡയറക്ട്ലി സേ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. That is PF divided by PI is equal to TF divided by TI എന്ന് കൊടുക്കാം. അപ്പോൾ എനിക്കറിയാം പി എഫ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എനിക്ക് കിട്ടും PF is equal to PI into TF divided by TI. ആരുടെ ഉത്തരം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ PI എത്രയാണ്? 270 kPa ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാണ്? 309 ഡിവൈഡഡ് ബൈ 300. കുട്ടികളെ, നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ അനഘ അനില് ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, അബ്സല്യൂട്ട്ലി കറക്റ്റ് ആൻസർ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ വേണ്ട. ഈ ആൻസർ 270യേക്കാൾ ശകലം കൂടി കൂടുതലായാൽ മാത്രം മതി. അങ്ങനെ ഒരൊറ്റ ഓപ്ഷനെ കാണുന്നുള്ളൂ. ദാറ്റ് ഈസ് 278 kPa, റൈറ്റ്? ഒറ്റ ഓപ്ഷനെ കാണുന്നുള്ളൂ. 270യേക്കാൾ ചെറുതായിട്ട് കൂടിയാൽ മാത്രം മതി. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 278 kPa ആണ്. നിങ്ങൾക്ക് ഇത്രയും പരീക്ഷയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആസ് എ ടീച്ചർ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കാം. വീണ്ടും ദ പ്രഷർ പി ആൻഡ് ടെമ്പറേച്ചർ ടി റിലേഷൻഷിപ്പ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഒബേ ദി ഇക്വേഷൻ എന്താണ്? PT² is equal to a constant. The volume expansion coefficient of the gas will be. Yes, വീണ്ടും നിങ്ങൾക്ക് 1 മിനിറ്റ് സമയം ഞാൻ തരുകയാണ്. നിങ്ങൾ ചെയ്യുക. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ PT² is equal to a constant. മക്കളെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായോ? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കയറുമ്പോൾ PT² is equal to a constant എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് P is equal to ഇങ്ങനെ എഴുതാലോ, NRT divided by V അല്ലെങ്കിൽ μRT divided by V എന്ന് ചെയ്താലോ. അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും NRT by V into T² that is equal to a constant. ആരെങ്കിലും ഉത്തരം ടൈപ്പ് ചെയ്തോ? ഇല്ല. അനക്ക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് ചെയ്തു. ദാറ്റ് മീൻസ് T² into T എന്ന് പറഞ്ഞാൽ T³ ആണ്.
ടി ക്യൂബ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ടി ക്യൂബ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി എന്ന് എനിക്ക് അവിടെ നിന്ന് കിട്ടി. ടി ക്യൂബ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് എന്താ? ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 3t സ്ക്വയർ. കാരണം കോൺസ്റ്റൻസ് അല്ലെങ്കിൽ ഓക്കെ റൈറ്റ്. ഡി വി ബൈ ഡി ടി ഇസ് 3t സ്ക്വയർ. കാരണം ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് പോവും. അപ്പോൾ ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 3t സ്ക്വയർ കിട്ടി. അപ്പോൾ ഇനി ആൽഫ വി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി വി ഡിവൈഡഡ് ബൈ വി ഡി ടി ആണ്. ഓക്കെ, റാദർ ഞാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് എനിക്ക് ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് വന്നു. ഇവിടെ നിന്ന് നമുക്ക് വി ഇസ് ഈക്വൽ ടു ടി, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ് എന്ന് എഴുതിയാൽ ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു 3t സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി എന്ന് എഴുതാം. അഥവാ 3t ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. അപ്പോൾ ആൽഫ വി എന്ന് പറയുന്നത് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഡെൽറ്റ ടി എന്ന് എഴുതിയാൽ എത്രയാണ് ഉത്തരം വരുന്നത്? ഓക്കെ, 1 മിനിറ്റ്, ഞാൻ അതൊന്നുകൂടി നോക്കണം. ആൽഫ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡ് ബൈ വി ഡെൽറ്റ ടി, റൈറ്റ്? എനിക്ക് ഇവിടെ ഒരു ചെറിയ കാര്യം നോക്കാനുണ്ട്. nRT by v. Okay, so rather from here t square is equal to a constant into v, right? അപ്പോൾ നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ നോക്കാം. എനിക്ക് തോന്നുന്നു അതാണ് നല്ലത്. സോ ഡി വി ബൈ ഡി ടി അല്ലേ, ഡി വി ബൈ ഡി ടി ഇൻറ്റു കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു 3t സ്ക്വയർ എന്ന് കിട്ടി. അപ്പം ഇനി എന്താ വരേണ്ടേ? സോ ഡി വി, അപ്പം ആൽഫ വി എന്ന് പറയുന്നത് ഡി വി ബൈ വി ഡി ടി. ഇപ്പം ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. വി ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ഇൻറ്റു അതേ കോൺസ്റ്റന്റ് തന്നെ ഒന്ന് വിടുന്നു, റൈറ്റ്? ഡി വി ബൈ 3dt. ഡി വി എന്ന് പറയുന്നത് 3t സ്ക്വയർ ബൈ കോൺസ്റ്റന്റ് വന്നു ഇൻറ്റു വി എന്ന് പറയുന്നത് എന്താ? 1 ബൈ ടി സ്ക്വയർ ഇൻറ്റു കോൺസ്റ്റന്റ്, ടി ക്യൂബ് റാദർ, ടി സ്ക്വയർ അല്ല ടി ക്യൂബ്, ടി ക്യൂബ് ഇൻറ്റു കോൺസ്റ്റന്റ് വന്നു. സോ എനിക്കിത് വെട്ടിക്കളയാം. സോ അൾട്ടിമേറ്റ്ലി ആൽഫ വി പ്രൊപ്പോർഷണൽ ടു എന്ത് കിട്ടി? 3/t എന്നാണ് ഉത്തരം. ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ 1, 3/t. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറയും. ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ ഓഫ് ദ ഗ്യാസ് ഓഫ് എ മോളിക്യൂൾ ഓഫ് ദ ഗ്യാസ് ഈസ്. ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഓഫ് ദി ഗ്യാസ് ഈസ്. ഇതിന് ഉത്തരം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം, പെട്ടെന്ന് ടൈപ്പ് ചെയ്യാം. ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഓഫ് ദി ഗ്യാസ് ഈസ്. യെസ്, പെട്ടെന്ന് പറഞ്ഞു. ഓൾറെഡി ഇത് കിട്ടിയിട്ടുള്ള ചോദ്യമാണ്. 10 സെക്കൻഡ് മതി. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, യെസ്, വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈസ്. ഓപ്ഷൻ സി, യെസ്. കുറേ അധികം ആൾക്കാർ പറഞ്ഞു, ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് 3/2 kBT എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വിച്ച് മീൻസ് കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് സമയം കളയുന്നില്ല, ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. എ ഫ്ലാസ്ക് കണ്ടെയ്ൻസ് ഹൈഡ്രജൻ ആൻഡ് ആർഗൺ ഇൻ ദ റേഷ്യോ 2:1 by mass. The temperature of the mixture is 30 degrees Celsius. The ratio of average kinetic energy per molecule of the two gases is. മക്കളെ പെട്ടെന്ന് അതിന്റെ ഉത്തരം പറഞ്ഞേ. റേഷ്യോ ഓഫ് ആവറേജ് കൈനറ്റിക് എനർജി. The temperature of the mixture is 30 degrees, something to be highlighted. യെസ്, അടുത്ത ക്വസ്റ്റിന് ഉത്തരത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഈസ് ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ ഈസ് 30 degrees Celsius. You are asked to get the ratio of average kinetic energy. ഉത്തരം പോരട്ടെ, പെട്ടെന്നായിക്കോട്ടെ. ആർക്കെങ്കിലും കിട്ടിയോ? വെയിറ്റിംഗ് 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 വെയിറ്റിംഗ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. കൈനറ്റിക് എനർജി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ നേച്ചർ ഓഫ് ദ ഗ്യാസ്. സ്ട്രേറ്റ് അവേ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2. കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ, അതിനാണ് ഞാൻ അവിടെ അടിയിൽ വരയിട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും
The temperature at which, എല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായോ? പ്ലീസ് റിപ്ലൈ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറുകയാണ് നമ്മൾ. The temperature at which the kinetic energy of oxygen molecules become double its value at 27 degrees Celsius is. Right. നിങ്ങൾ തന്നെ ചെയ്യുക. ഒരു 30 സെക്കൻഡ് സമയം ധാരാളം മതി ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. മറ്റേ ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയോ എന്ന് പറയുക. Let us take this question now. ആക്ച്വലി ക്യാമറ എൻ്റെ നേരെ ഫ്രണ്ടിൽ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പല മെസ്സേജുകളും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിലേക്കൊക്കെ ഇങ്ങനെ തിരിഞ്ഞു നോക്കണേ കേട്ടോ, വേറൊന്നും വിചാരിക്കരുത്. The temperature at which kinetic energy of oxygen molecules becomes double its value at 27 degrees Celsius. Right. ആർക്കെങ്കിലും ഉത്തരം കിട്ടിയെങ്കിൽ പെട്ടെന്ന് പറയാം. വീണ്ടും കൈനറ്റിക് എനർജി ക്വസ്റ്റ്യൻ. ഞാൻ തിയറി ഡിസ്കസ് ചെയ്തപ്പോഴേ പറഞ്ഞു, കൈനറ്റിക് എനർജി സച്ച് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ ദി JEE എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ മറ്റേ എന്താ പറയുക നമ്മുടെ RMS സ്പീഡിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അങ്ങോട്ട് അതാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇപ്പൊ തന്നിരിക്കുന്നത് 2K ഡിവൈഡഡ് ബൈ K ഈസ് ഈക്വൽ ടു T ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ടെമ്പറേച്ചർ 300 കെൽവിൻ ആണ്. അപ്പോൾ T എന്ന് പറയുമ്പോൾ എത്ര വരും? ഇവിടെ കെയും കെയും ക്യാൻസൽ ആയി പോയി. 2 × 300 is equal to 600 കെൽവിൻ. എനിക്കിതിനെ വേണ്ടത് ഡിഗ്രി സെൽഷ്യസിലാണ്. ഡിഗ്രി സെൽഷ്യസിൽ എഴുതുമ്പോൾ ഓക്കെ, എനിക്ക് അബ്ദുൾ അഷാം ഉത്തരം തന്നിരിക്കുന്നു. ഞാൻ പേര് പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. 600 - 273 എന്ന് പറഞ്ഞാൽ 327 ഡിഗ്രി സെൽഷ്യസ്. വെരി ഗുഡ്. അപ്പം അബ്ദുൾ നമുക്കൊരു കൈയടി കൊടുക്കാം. അബുളിനൊരു കൈയടി കൊടുക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കൊള്ളുക, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. 3 vessels of equal volume contain gases at the same temperature and pressure. The first vessel contains neon, which is monoatomic gas. The second vessel contains chlorine, which is diatomic gas. And third contains uranium hexafluoride, polyatomic. Arrange these on the basis of the root to mean square speed and choose the correct answer from the options given below. ഇത് നോക്കുക. അപ്പോൾ ഇവിടെ RMS സ്പീഡിന്റെ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. √3RT ഡിവൈഡഡ് ബൈ M. They all are at the same temperature എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. That means RMS speed is inversely proportional to √M. ഇനി ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. RMS സ്പീഡ് കൂടിയാൽ മോളാർ മാസ് കൂടിയാൽ RMS സ്പീഡ് കുറയും. മോളാർ മാസ് കൂടിയാൽ RMS സ്പീഡ് കുറയും. റൈറ്റ്. An increase in molar mass means a decrease in RMS speed. So can you conclude your answer? Make it fast. ഏതിനാണ് മോളാർ മാസ് കൂടുതൽ എന്ന് നോക്കുക. അതനുസരിച്ച് ഉത്തരം പറയുക. ഓക്കെ, മോളാർ മാസ് കൂടുതലുള്ളതിന് RMS സ്പീഡ് കുറയും. So your answer, waiting for replies. Okay. വീണ്ടും ഓക്കെ, അനഖാനിൽ അബുൾ അഷാം ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നു ഓപ്ഷൻ 1 ശരിയാണ്. അബ്സല്യൂട്ട്ലി കറക്റ്റ്. നമുക്കപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം അല്ലേ. ഓക്കെ, see the next question. The RMS speed of chlorine molecule is 490 m/s at 27 degrees Celsius. The RMS speed of argon molecule at the same temperature will be same temperature. വീണ്ടും ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. VRMS directly proportional to 1/√M. മക്കളെ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കുക. V1/V2 is equal to √M2/M1. അപ്പോൾ M2 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഓക്കെ, നമുക്ക് ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V1 എന്ന് പറയുന്നത് എത്രയാ? 490.
V2 എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് അതുപോലെ തന്നെ എഴുതി ഇൻറ്റു റൂട്ട് ഓഫ് പോർട്ടെ M2 ബൈ M1. M2 എന്ന് പറഞ്ഞാൽ 70.9, നമ്മൾ 71 എടുത്തു. M1 എന്ന് പറഞ്ഞാൽ 39.9, നമ്മൾ 40 എന്ന് എഴുതി. അപ്പോൾ എന്താണ് ഉത്തരം വരിക? റാദർ തെറ്റിപ്പോയോ? ഇല്ല. V1 by V2 is equal to. So come on, get me the answer to the question. നോക്കട്ടെ ഒന്നുകൂടി. ഇല്ല, മാറിപ്പോയി. മാസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. 40 divided by 71 ആണ് വരുന്നത്. Not 71 by 40, it is 40 by 71. ക്ലോറിന്റെ സ്പീഡാണ് തന്നിരിക്കുന്നത്. ക്ലോറിന്റെ സ്പീഡ്. അപ്പോൾ V2 is equal to 490 into root of 71 by 40. എന്ത് ചെയ്യാം? നമുക്കൊന്ന് ഗസ് ചെയ്താലോ? What will be 71 by 40? ഏകദേശം 490. ഞാനൊരു കാര്യം ചെയ്യാൻ പോകണം. ഏതാണ്ടൊരു അപ്രോക്സിമേറ്റ്ലി 500 അങ്ങ് എഴുതട്ടെ. കാൽക്കുലേഷൻ ചെയ്യാൻ നമുക്ക് സമയം കണ്ടെത്തണം. JEE മെയിൻ കാൽക്കുലേറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. 500 into root of 71 by 40. അപ്പോൾ 15, 16, 17, 1.7. റൂട്ട് ഓഫ് ഏതാണ്ടൊരു 1.3 എന്നെടുക്കാം. അല്ലേ മക്കളെ? ഏതാണ്ട് 1.3 എന്നെടുക്കാം. 500 into 1.3 ഏതാണ്ട് 650. അതിനോട് അടുത്ത ഓപ്ഷൻസ് വല്ലതും കിടപ്പുണ്ടോ? പ്ലീസ് ടൈപ്പ് യുവർ ആൻസർ. Any answer which is closer to 650, then that is going to be your answer. Okay, thank you. I had a lot of problems till now. ഇങ്ങനെ ഇടയ്ക്കിടെ നോക്കുമായിരുന്നു. സാരമില്ല. So answer is option 2, which is 651.7 meter per second, right? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം അല്ലേ ഇന്നത്തെ ക്ലാസ്? ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട്. നിങ്ങൾക്ക് ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ മക്കളെ എല്ലാവർക്കും? ആർ ഏബിൾ ടു ഫോളോ ദ ക്ലാസ് ടുഡേ? നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് കൂടെ കൊണ്ട് സാരില്ല പോട്ടെ. The RMS speed of oxygen molecule in a vessel at a particular temperature is, oxygen molecule ആണ്, 1 plus 5 divided by x into v, where v is the average speed of the molecule. The value of x is, നിങ്ങൾക്കറിയാം ആവറേജ് സ്പീഡ് റൂട്ട് ഓഫ് 8 kbt by pi m. ഇനി RMS സ്പീഡ് റൂട്ട് ഓഫ് 3 kbt divided by m. VRMS divided by v. ഇത് ഈ ക്വസ്റ്റ്യൻ 2 തവണ 2023 JEE മെയിന് ചോദിച്ചു. VRMS by v, that is equal to root of, പറഞ്ഞേ എന്തൊക്കെ വരും? കോമൺ ആയിട്ടുള്ള എല്ലാവരും പോവും. 3 pi divided by 8 ആണോ? എനിക്ക് തോന്നുന്നു. അപ്പൊ പൈക്ക് നമ്മൾ 22/7 എന്ന് കൊടുക്കാമെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് 3 into 22/56. അപ്പൊ എത്രയാണ് വരുന്നത്? The whole raised to 1/2. 3 into 22 is 66, right? 66/56, the whole raised to 1/2. അപ്പൊ എന്ന് പറഞ്ഞാൽ 1 plus 10/56, the whole raised to 1/2. നല്ല രസമുള്ള ഒരു ചോദ്യമാണ്. 1 plus 10/56, the whole raised to 1/2. അപ്പോൾ VRMS is equal to V into 10ലും 56ലും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 5 ആണ്. 1 plus 5 divided by 28, the whole raised to 1/2, which is given as V into 1 plus 5 divided by x, the whole raised to 1/2. അപ്പോൾ നമുക്ക് കിട്ടും x is equal to 28. x is equal to 28 എന്ന് എനിക്ക് ഉത്തരം കിട്ടി, റൈറ്റ്? സോ മക്കളെ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഹോപ്പ് എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്ലി ക്ലിയർ ടു യു. അപ്പോൾ താങ്ക് യു വെരി മച്ച്.